സംസ്ഥാന പ്രസിഡന്റ് ആദരണീയ ഡോക്ടർ സുരേഷ് ടി എൻ സാർ, പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജീവൻ കെ നായർ, സ്റ്റേറ്റ് അക്കാഡമിക് സെൽ അംഗങ്ങളായ ഡോക്ടർ ടോണി തോമസ്, ഡോക്ടർ എ പി വിൻസെന്റ്, ഡോക്ടർ പ്രവീൺ കെ എസ്, ഡോക്ടർ ബാലചന്ദർ, ഡോക്ടർ ലക്ഷ്മി, ഏവർക്കും സ്വാഗതം നേരുന്നു. വളരെ കാലിക പ്രസക്തമായ ഒരു വ്യത്യസ്തമായ ഒരു ടോപ്പിക്കാണ് പത്തനംതിട്ട KGMയുടെ നേതൃത്വത്തിൽ ഇന്ന് സ്റ്റേറ്റ് അക്കാഡമിക് സെൽ വഴി നടത്തുന്നത്. ഇനിയും വരും കാലങ്ങളിലും വരും ദിനങ്ങളിലും ഡോക്ടർമാരുടെ ഒരു പ്രസക്തിയെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് ആവാം ചിലപ്പോൾ AI മുന്നോട്ട് നീങ്ങുന്നതെന്ന് പറയുന്നു. അത് ഹൈപ്പാണെന്ന് ചിലവർ പറയുന്നു. അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അതിൽ പ്രാഗൽഭ്യമുള്ളവർ മാത്രം പറയട്ടെ എന്നുള്ളത് വിലയിരുത്തിയാണ് ഇന്നത്തെ ക്ലാസ്. വളരെ സ്റ്റേറ്റ് അക്കാഡമിക്സിലും എല്ലാ ജില്ലകളിലെ അക്കാഡമിക്സിലും വളരെയേറെ മുന്നേറി അറിവ് പകരുന്ന പല CMEകളും പല അക്കാഡമിക് സെഷനുമായിട്ട് മുന്നോട്ട് വരട്ടെ. വളരെ വ്യത്യസ്തമായ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം നേരുന്നു. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുവാൻ, നമ്മൾ CME എടുക്കുവാൻ വന്നിരിക്കുന്നത് ഡോക്ടർ അജിത് തോമസ് ആണ്, HOD റേഡിയോ ഡയഗ്നോസിസ് രാജഗിരി. അദ്ദേഹത്തിന് പത്തനംതിട്ട KGMയുടെ നേതൃത്വത്തിലും സ്റ്റേറ്റ് KGMയുടെ പേരിലും സ്വാഗതം നേരുന്നു. സാർ, വെൽക്കം ടു ദ സെഷൻ. വളരെ നല്ലൊരു സെഷൻ എടുക്കുവാൻ ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജീവൻ കെ നായരെ പ്രസിഡൻഷ്യൽ അഡ്രസ്സിനായി, ഡിസ്ട്രിക്ട് പ്രസിഡൻഷ്യൽ അഡ്രസ്സിനായി ക്ഷണിച്ചോളൂ. ബഹുമാനപ്പെട്ട അക്കാഡമിക് സെല്ല്, ബഹുമാനപ്പെട്ട ജില്ലാ സംസ്ഥാന പ്രസിഡന്റ് മറ്റേ സുരേഷൻ സാറ്, ഹോണറബിൾ ജനറൽ സെക്രട്ടറി സുൻ സാറ് ഇതിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാറ് ഇതുവരെയും വന്നിട്ടില്ല. ഞാൻ ബാക്കി എല്ലാവരെയും വിളിച്ചിരുന്നു. അവരെയും കൂടെ മറ്റേ ജോബിൻ തോമസ്, റീന മാഡം, അതുപോലെ തന്നെ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ജില്ലാ പ്രസിഡന്റുമാരെയും ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. അവരിതിൽ പങ്കെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ ഇത് അക്കാഡമിക് സെല്ലിന്റെ കാര്യത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അക്കാഡമിക് സെല്ലിന്റെ ഏറ്റവും നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാന്നുള്ള ബാലൻസ് സാറിന് ഞാൻ മൈക്ക് കൈമാറുന്നു. Before that, I invite our state president, Dr. Suresh T N sir, for the address. Over to presidency. Thank you, sir. ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജീവൻ, സെക്രട്ടറി ഡോക്ടർ മാത്യു, അക്കാഡമിക് സെല്ലിനെ പ്രതിനിധീകരിച്ച് ഉള്ള ബാലേന്ദ്രൻ സാർ, ഡോക്ടർ വിൻസെന്റ്, ഡോക്ടർ പ്രവീൺ, ഇന്നത്തെ ഫാക്കൽറ്റി ഡോക്ടർ അജിത് തോമസ്, പ്രിയപ്പെട്ട KGMI അംഗങ്ങളെ. KGMIയെ സംബന്ധിച്ചിടത്തോളം ഒരു സർവീസ് സംഘടന എന്നതിനോടൊപ്പം തന്നെ അംഗങ്ങളുടെ വിവിധങ്ങളായിട്ടുള്ള ഫാസറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ കൃത്യതയോടെയുള്ള ഇടപെടലാണ് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അക്കാഡമിക് സെല്ലിന്റെ പ്രവർത്തനങ്ങളാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ അക്കാഡമിക് സെൽ വളരെ മികവാർന്ന രീതിയിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ടോപ്പിക്സ് ആയിട്ട് അംഗങ്ങൾക്ക് പ്രയോജനപ്രദമാവുന്ന രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഈ വർഷത്തെ അക്കാഡമിക് സെല്ല് ഡോക്ടർ എ ബി വിൻസെന്റെയും ഡോക്ടർ ബാലേന്ദ്രൻ സാറിന്റെയും പ്രവീണിന്റെയും മറ്റു നേതൃത്വത്തിലുള്ള അക്കാഡമിക് സെല്ല് ഈ ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരുപാട് വിവിധങ്ങളായിട്ടുള്ള ടോപ്പിക്സ്, ഡൈവേഴ്സ് ടോപ്പിക്സ് കൈകാര്യം ചെയ്ത് അംഗങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമാവുന്ന രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അക്കാഡമിക് സെല്ലിന്റെ ഭാഗമായി ഇന്ന് പത്തനംതിട്ട ജില്ല ഹോസ്റ്റ് ചെയ്യുന്ന ഏറ്റവും കാലിക പ്രസക്തമായ ടോപ്പിക്കാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് നമ്മുടെ മെഡിക്കൽ സയൻസിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുവാൻ സാധ്യതയുള്ള ഈ ടോപ്പിക്ക് തെരഞ്ഞെടുത്ത പത്തനംതിട്ട ജില്ലയെ അഭിനന്ദിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയെ പറ്റി പറയുമ്പോൾ അക്കാഡമിക് സെല്ലിന്റെ പ്രവർത്തനങ്ങളിൽ ഒരുപാട് മൈൽ സ്റ്റോൺസ് കാഴ്ചവെച്ചിട്ടുള്ള ജില്ലയാണ് പത്തനംതിട്ട. PG പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ല കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയിട്ടുണ്ടായിരുന്ന പരിപാടി ഈ ഇത്തരത്തിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. KGMIയുടെ അക്കാഡമിക് സെല്ലിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്ന പത്തനംതിട്ട ജില്ലയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട്
ഇതിൽ ഫാക്കൽറ്റി ആയിട്ട് എത്തിയിട്ടുള്ള ഡോക്ടർ അജിത് തോമസിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ KGMI അംഗങ്ങൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് KGMI. Thank you, sir. Next, I invite our Alappuzha leader and our South Zone Vice President Sugidhan sir for a short address. താങ്ക് യു. എനിക്ക് ചെറിയ രീതിയിൽ പറയാൻ അറിയത്തില്ല, എന്നാലും ഞാൻ പരമാവധി ശ്രമിക്കാം. എന്തായാലും നേരത്തെ തന്നെ പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, സംസ്ഥാന പ്രസിഡന്റ്, അക്കാഡമിക് സെൽ, അതുപോലെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ്, പ്രിയമുള്ളവരെ എല്ലാവർക്കും ഒരു ശുഭ ആരോഗ്യ സായാഹ്നം. നമുക്കതില് ഇപ്പോ പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രഹേളികയാണ്. ആ ഒരു സബ്ജക്ട് തെരഞ്ഞെടുത്തതിൽ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. പലരുടെ ഉള്ളിൽ ഒരു ഉത്കണ്ഠ വന്നത് ഇത് ഇനി വന്ന് ഡോക്ടർമാരെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളൊരു വാക്ക് വരെ വന്നിരുന്നു. അങ്ങനെ ഒരു ആകുലയുടെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ പെയിന്റ് കച്ചവടക്കാരന്മാർ മുഴുവൻ നമ്മൾ പെയിന്റ് അടിക്കാൻ വന്നവൻ രാജാരവിവർമ്മയാവണം, സിമെന്റ് മേസൻ പണിക്ക് വന്നവൻ കാനായി കുഞ്ഞിരാമനാവണം. കാരണം അപ്പൊ അതുകൊണ്ട് കാര്യമൊന്നുമില്ല. എന്തായാലും ശരി, പുതിയൊരു സാധനത്തിലേക്ക്, പുതിയൊരു സംരംഭത്തിലേക്ക് ഈ സായാഹ്നത്തിൽ നമ്മൾ പുതിയ പുതിയ സബ്ജക്റ്റുകളുമായി വെറൈറ്റി ആയിട്ട് പത്തനംതിട്ട വരുന്നു. അതിന്റെ ലീഡർഷിപ്പിലിരിക്കുന്ന ഡോക്ടർ ജീവൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഒരു ശുഭ സായാഹ്നം നേർന്നുകൊണ്ട് ഞാൻ അധികം സമയം വഹിക്കുന്നില്ല. ചെറിയ രീതിയിൽ 1-2 സെന്റൻസ് പറഞ്ഞ് വളരെ നക്ഷലിൽ പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള സാങ്കേതികമായ അല്ലെങ്കിൽ സ്ഥായിയായ ഒരു പ്രസംഗ ചാരുത എനിക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ക്ഷമാപണം പറഞ്ഞുകൊണ്ട് ആശയവിനിമയം നടന്നു എന്ന് ഞാൻ മനസ്സിൽ കരുതിക്കൊണ്ട് എല്ലാവിധ ആശംസകളും നൽകുന്നു. നമസ്കാരം. Thank you, sir. Next, I invite our chairperson of the academic cell, very active, Dr. A.B. Vincent. Thank you, Balanjit sir. ഏറ്റവും ആദരണീയനായ സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ TN സുരേഷ്, സെക്രട്ടറി ഡോക്ടർ സുനിൽ PK, പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ബഹുമാന്യനായ ഡോക്ടർ ജീവൻ K. നായർ, സെക്രട്ടറി ഡോക്ടർ മാത്യു വർഗീസ് ആൻഡ് ട്രഷറർ ഡോക്ടർ പ്രശാന്ത്. മോറോവർ ഇന്നത്തെ ടോപ്പിക് പ്രസന്റ് ചെയ്യുന്ന ഏറ്റവും ബഹുമാന്യനായ ഡോക്ടർ അജിത് ടോംസ്, പ്രിയപ്പെട്ട KGM മെമ്പേഴ്സ് ആൻഡ് മൈ ഡിയർ കൊളീഗ്സ്, അത് അക്കാഡമിക് സെൽ കൊളീഗ്സ്. അക്കാഡമിക് സെൽ എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ എപ്പോഴും സ്വാഗതം ചെയ്യാറുണ്ട്. മാത്രമല്ല, കാലത്തിനനുസൃതമായും കാലോചിതമായും വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ അക്കാഡമിക് രംഗവും വളരണം എന്നാണ് അക്കാഡമിക് സെല്ലിന്റെ ഒരു ആഗ്രഹം. ഇപ്രാവശ്യത്തെ വെറൈറ്റി ടോപ്പിക് ശരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ മെഡിസിൻ എന്ന് പറയുന്നത് തീർച്ചയായും വളരെ ഉദ്യോഗജനകമായ ഒരു സബ്ജക്റ്റാണ്. കാരണം വെച്ചാൽ പലപ്പോഴും ഒരു പ്രാരംഭ വളർച്ച ഘട്ടത്തിൽ മാത്രമുള്ള ഒരു സാധനമാണ് ഇപ്പം AI ഇന്റലിജൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഫ്യൂച്ചറിൽ ഇത് വളരെയധികം കാര്യങ്ങളിലേക്ക് ചേർക്കപ്പെട്ടേക്കാം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഇപ്പം റേഡിയോളജി രംഗത്ത് നമുക്ക് നേരത്തെ ഡോക്ടർ ടോം പറഞ്ഞ പോലെ ഇപ്പം CT സ്കാനും MRI സ്കാനും ഒക്കെ റീഡ് ചെയ്യുന്ന രീതിയിലേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളർന്നിരിക്കുന്നു. അതുകൊണ്ട് പലപ്പോഴും ഹ്യൂമൻ മെയ്ഡ് എറർ വളരെയധികം കുറയ്ക്കാം എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷേ അത് പൂർണ്ണമായും മനുഷ്യരെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. എങ്കിലും ഡോക്ടർ പറഞ്ഞ പോലെ ഡോക്ടർ അജിത് തോമസിനെ കാണുമ്പോൾ എനിക്ക് പണ്ടത്തെ ഷെർലക് ഹോംസിനാണ് ഓർമ്മ വരുന്നത്. എന്തായാലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് വളരെ നല്ല രീതിയിലുള്ള ഒരു ക്ലാസ് നടക്കട്ടെ. അതിനകത്ത് എല്ലാ ഭാവങ്ങളും ഇന്ന് പങ്കെടുക്കുന്ന എല്ലാവർക്കും നേർന്നുകൊണ്ട് അക്കാഡമിക് സെല്ലിന് വേണ്ടി ഡോക്ടർ A.B. Vincent. Thank you so much. Thank you, Dr. Vincent. Next, we will go for the session. My job is to introduce the topic as well as our guest speaker. So, I am sure that everybody knows heard about artificial intelligence, but I am sure nobody might have knowing about the topic. So, today's topic is artificial intelligence, whether it is a reality or a hype. So, it's making strides in our medical practice, artificial intelligence, from diagnostics, like everybody has said about the image analysis, the prognosis, drug discovery, even personalized treatment plans. So this artificial intelligence can analyze the individual patient's data to tailor the treatment plans, medications, even dosages, and even based on the genetic factors as well as the medical history, lifestyle, etc. And
it also can assist in various aspects of medicine like virtual health assistance, healthcare operations, and management. While artificial intelligence holds great promise in medicine, it is essential to address challenges such as data privacy, bias mitigation, etc., ethical considerations. All these has to be we have to keep in mind. And so, in short, according to me, that artificial intelligence is definitely a reality, but the hype surrounding it can sometimes overshadow the practical applications and limitations. So there are you can say that it is important to distinguish between artificial intelligence, whether what actually can do it today and what it might achieve in future. So to talk on this topic, we have our own medical person from medical fraternity, Dr. Ajit Toms, who is the HOD of Department of Diagnosis of Rajagiri Hospital. He's been working there for the last 10 years. After completing his MBBS from Medical College Kottayam, he did his DMRD as well as DNB from prestigious St. John's, Bangalore. And also he did after that, because of his interest, digital health and imaging, degree from the prestigious IASC in Bangalore. So let us see what AT can talk about AI. Over to Dr. AT. Thank you, Alan sir. I hope I'm audible. Yes. Yeah. Right. So thank you for that introduction. And first of all, let me thank all the state KGMOA officials for having provided this opportunity for me to speak to all of you about a little bit of AI that I know. And a special thanks to Dr. Jeevan, who is also my classmate. He was a very good organizer during his MBBS days, and I see that he is continuing with that even now. So I'll just start sharing my screen. I hope the screen is seen. Yes, yes. Right. So, so artificial intelligence in medicine, whether it's a hype or reality, as Dr. Vincent and Balachandran sir was saying, we have got lots of instances where we keep talking about AI and how it's going to replace doctors. But let's see what is actually happening right now. Before that, I just wanted to tell you what to expect out of this talk. I have some subheadings are there: introduction to AI, abstract to numbers. So I'll be talking about all these things, not necessarily in the order that I have written it down here. So let us start with the first slide, and that is about intelligence. ഇന്റലിജൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഓരോരുത്തർക്കും എനിക്ക് തോന്നുന്നു ഒരു പേഴ്സണൽ ആയിട്ട് ഒരു അഭിപ്രായം ആണ് ഉള്ളത്. ബിക്കോസ് ഇവൻ ഇഫ് യു ലുക്ക് അറ്റ് ഡു എ ഗൂഗിൾ സെർച്ച്, അങ്ങനെ ഒരു ടിപ്പിക്കൽ ഡെഫിനിഷൻ ഇല്ല, ഒരു വൺ സെന്റൻസിലുള്ള ഡെഫിനിഷൻ ഇല്ല, പല ടൈപ്പ് ഓഫ് ഡെഫിനിഷൻ ആണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു പ്രോസസ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് വൺ തിങ് ദാറ്റ് വി ഡു. ലോട്ട് ഓഫ് തിങ്സ് ആർ ദേർ, ലോട്ട് ഓഫ് സ്റ്റെപ്സ് ആർ ദേർ in this concept called intelligence. So the first thing is that we all gather data. So a system, if it needs to be intelligent, it needs to gather data from its surroundings. So nammal oru human being edukaning, we have got our sense organs, and then it keeps gathering data around you. The eyes gather the images that's around you, the light, and how the light is modulated and create images. Then we have the other organs, sound, etc. And what we gather as data, we have to analyze. So we have the neuroparenchyma, the brain, for helping us to analyze that information. So that is when, once you have analyzed the data, that is when it is called an information. That is something that we can use. And then we store these the information that we gather into a knowledge base. So, of course, we all know, nobody knows how exactly things are stored in our brain, but
the information that we have gathered over the years it forms a knowledge base in our brains. And then we use this knowledge base to predict. Basically, everything that we do is in a way ഒരു പ്രഡിക്ഷൻ ആണ്. ഇപ്പം ഒരു വണ്ടി വരുമ്പോൾ അതിനേക്ക് വേണ്ടി മാറി നിൽക്കുക എന്ന് പറയുന്നത് അതൊരു നിയർ ടൈം പ്രഡിക്ഷൻ ആണ്, അല്ലെങ്കിൽ വളരെ ഭാവിയിലേക്ക് കരുതി വെക്കുക എന്ന് പറയുന്നത് ലോങ് ടേം പ്രഡിക്ഷൻ ആണ്. ബട്ട് വാട്ട് എവർ വി ഹാവ്, നമ്മൾ നോളജ് ബേസ് വെച്ചിട്ട് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് പലപ്പോഴും പ്രഡിക്ഷൻസ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കണമെന്നില്ല, പ്രഡിക്റ്റ് ചെയ്യുന്നതുമായിട്ട് തെറ്റാം. അപ്പം നമ്മൾ ആ തെറ്റ് വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ അത് നമ്മുടെ ഇൻഫർമേഷൻ ബേസിലേക്ക് ഒന്ന് കൺസിഡർ ചെയ്യും, അതിലേക്ക് ചെറിയ ചേഞ്ചസ് വരുത്തും. അപ്പൊ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ലേണിംഗ് എന്ന് വിളിക്കുക. അപ്പം സോ വി ഹാവ് ഡിഫറെന്റ് സ്റ്റെപ്സ് ആൻഡ് ദ എൻറ്റയർ പ്രോസസ്. അപ്പൊ ഇതെല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു സിസ്റ്റത്തിനെ നമ്മളൊരു ഇന്റലിജന്റ് സിസ്റ്റം എന്ന് വിളിക്കാം. നമ്മളിപ്പോ പറഞ്ഞു വൈ ഡു വി നീഡ് നമ്പേഴ്സ്? ബിക്കോസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിലും കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇൻ എ വേ ഇലക്ട്രിക്കൽ നമ്പർ ഓഫ് പൾസസ് ദാറ്റ്സ് ബീങ് ഫയർഡ് ബൈ ദ ന്യൂറോൺസ്, അതായിരിക്കും. അപ്പം എന്ത് കാര്യവും നമ്മൾ നമ്പേഴ്സിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് വാട്ട് എവർ ഇൻഫർമേഷൻ ദാറ്റ് വി ഹാവ് ഇറ്റ് ഹാസ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു നമ്പേഴ്സ്. ഒരു ഉദാഹരണത്തിന് ഒരു ആപ്പിൾ നമ്മൾ കാണുന്നു, അതൊരു ഇമേജ് ആണ്. അപ്പൊ ആപ്പിളിനെ നമ്മൾ എങ്ങനെ നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്ന് പറയുകയാണെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ട് കുറച്ച് നമ്പേഴ്സിലേക്ക് മാറ്റാം. അതിന്റെ വെയിറ്റ് ഇത്ര ഗ്രാം ആണ്, അതിന്റെ ഡയമീറ്റർ ഇത്ര സെന്റിമീറ്റർ ആണ്, അതിന്റെ കളർ അത് നമുക്ക് ഇപ്പം എല്ലാവർക്കും അറിയാം കമ്പ്യൂട്ടേഴ്സിൽ എങ്ങനെയാണ് കളർ റെപ്രസെന്റ് ചെയ്യുന്നത്, അതൊരു RGB നമ്പേഴ്സ് വെച്ചിട്ടാണ്. അപ്പം അതിന് റെഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഇതുപോലത്തെ ഒരു നമ്പർ ആയിരിക്കും എഴുതി വരിക. പിന്നെ അതിന്റെ ഇഫ് യു വാണ്ട് യു ക്യാൻ ടോക്ക് അബൌട്ട് ദ സീഡ്സ്, അല്ലെങ്കിൽ അതിന്റെ ഫ്ലഷിന്റെ കളർ, അതിന്റെ ടേസ്റ്റ്, ഇതിനൊക്കെ നമുക്ക് നമ്പേഴ്സ് ആക്കി എടുക്കാം. അപ്പം ഇതിനെല്ലാം കൂടെ നമ്മളൊരു വെക്ടർ എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെയാണ് വെക്ടർ ഇസ് എ ബേസിക് ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ഡിസ്ക്രൈബ് an object, an abstract object. ഇതൊരു കോൺസെപ്റ്റ് ആണ് വിച്ച് ഇസ് ദ കോർ തിങ് ദാറ്റ് വി ഓൾ ഷുഡ് അണ്ടർസ്റ്റാൻഡ്. അപ്പം ഇനി ഇപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ എല്ലാത്തിനെയും വെക്ടേഴ്സ് ആക്കുവാണെങ്കിൽ നമുക്ക് ഇപ്പൊ രണ്ട് ഒബ്ജക്ട്സ് തമ്മിലുള്ള ഡിഫറൻസസ് നമുക്ക് വേറൊരു വെക്ടർ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഒരു ഉദാഹരണത്തിന് ഇപ്പൊ ഒരു ഓറഞ്ച്, അതിന്റെ ഏകദേശം വെയിറ്റും ഡയമീറ്ററും സീഡിന്റെ സൈസും ഒക്കെ ഏകദേശം ഒരുപോലെ ആണെങ്കിലും കളറിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോ അത് നമ്മളൊരു സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതൊക്കെ വളരെ ചെറിയ ചെറിയ നമ്പേഴ്സിലേക്ക് മാറും, പക്ഷെ ഇവിടെ നമുക്കൊരു വലിയ നമ്പർ ആവും. അപ്പൊ ഇതാണ് ഒരു കോൺസെപ്റ്റ്. നമുക്ക് എന്ത് അബ്സ്ട്രാക്ട് സാധനത്തിനെയും ഒരു വെക്ടർ ആക്കി മാറ്റിയിട്ട് നമ്മൾ അതിനെ നമുക്ക് ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുനിന്ന് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും. അപ്പൊ ഇതാണ് ബേസിക് മെത്തേഡ് ഓഫ് കൺവേർട്ടിങ് an object into numbers. Now, so anything, as I said earlier, anything can be represented as numbers, and that is the first step that is required for using computers for analysis of these things. So, for example, images, നമുക്കറിയാം, images എന്ന് പറയുമ്പോൾ അത് ചെറിയ ചെറിയ പിക്സൽസ് ആയിട്ടാണ്. അപ്പോൾ ഓരോ ഇപ്പം ഒരു ആപ്പിളിന്റെ ഇമേജ് എന്ന് പറയുമ്പോൾ ആ റീജിയനിലുള്ള പിക്സൽസ് മാത്രം ഒരു പർട്ടിക്കുലർ വാല്യൂ, ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ വേറൊരു വാല്യൂ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇൻസ്റ്റെഡ് ഓഫ് വെയിറ്റ്, ഹൈറ്റ് എന്നൊക്കെ പറയുന്നത് ഇമേജ് പ്രോസസ്സിനെ ആണെങ്കിൽ ഇതിനെ മൊത്തത്തോടെ നമുക്കൊരു വെക്ടർ ആക്കി മാറ്റാം. അതായത് ഈ പിക്സൽസിനെ മൊത്തത്തോടെ ഒരു വെക്ടർ ആയിട്ട് മാറ്റാം. അപ്പൊ ഓറഞ്ചും ആപ്പിളും തമ്മിലുള്ള ആ പിക്സൽസിന്റെ ഡിഫറൻസസ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ ദിസ് ഇസ് എ ബേസിക് ഐഡിയ അബൌട്ട് vectorization. So similarly, sound that has got amplitude and frequency, അപ്പം അത് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇപ്പം ടെക്സ്റ്റ് ഡേറ്റ, ഇപ്പൊ ഈയിടെ ഇപ്പം ChatGPT-യുടെ കാലഘട്ടമാണ്. അപ്പം അതില് നമ്മൾ ടെക്സ്റ്റ് ഡേറ്റ, അതായത് അതിനെയും നമുക്ക് ഈവൻ ഒരു വേർഡിനെ നമുക്ക് എങ്ങനെ നമ്പർ ആക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പം ഒരു 10,000 ബുക്സ്, ടെക്സ്റ്റ് ബുക്സ് ഉണ്ടെന്ന് വെച്ചോളൂ. അപ്പൊ അതിനകത്ത് എല്ലാ വേർഡ്സും എടുത്താൽ തന്നെ അതൊരു ഫൈനൈറ്റ് നമ്പറേ ഉണ്ടാവുള്ളൂ. സപ്പോസ് ഇറ്റ്സ് ഒരു 5 lakh വേർഡ്സ് ആണ് ഉള്ളതെങ്കിൽ 0 to 5 lakhs അല്ലെങ്കിൽ 5 lakh എടുക്കുവാണെങ്കിൽ ആ ഓരോ വേർഡിന്റെ ഒരു നമ്പർ കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ തന്നെ അതിനെ നമുക്ക് ഓരോ വേർഡ്സിന് നമുക്കൊരു നമ്പർ കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ് ടെക്സ്റ്റ് ഡേറ്റ നമ്മൾ നമ്പേഴ്സ് ആക്കി എടുക്കുന്നത്. ECG ട്രേസിംഗ് നമുക്കറിയാതെ വളരെ ഒരു സിമ്പിൾ, ഇത് ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോഴത്തേനും അതൊരു വളരെ സിമ്പിൾ ഒരു ഇതാണ്. നമുക്ക് ടൈമും വോൾട്ടേജും മാത്രമേ ഉള്ളൂ അതില്. അപ്പൊ അതൊരു
trace of numbers തന്നെയാണ് അല്ലെ തന്നെ. And similarly all the other lab values that we have അതെല്ലാം നമുക്ക് ഇതുപോലെ നമ്പേഴ്സിലേക്ക് മാറ്റാം. Most of the lab values are numbers in fact. പക്ഷെ ചിലതൊക്കെ ഓർഡിനൽ ഉണ്ട്, ഇപ്പൊ ഹൈ നോർമൽ അബ്നോർമൽ എന്ന് മാത്രം ആവുകയാണെങ്കിൽ അത് നമുക്ക് 0 1 എന്ന് ആക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഓർഡിനൽ നമ്പേഴ്സ് ഉണ്ട്, മൈൽഡ് മോഡറേറ്റ് സിവിയർ എന്ന് പറയുമ്പോൾ അതിന്റെ അനുസരിച്ചിട്ടുള്ളൊരു 0 1 2 എങ്ങനെ വേണമെങ്കിലും അത് കോഡ് ചെയ്ത് കൊടുക്കാം. ഫൈനലി വി ക്യാൻ കൺവേർട്ട് എവറിത്തിങ് ഇൻ ടു നമ്പേഴ്സ്. സോ അതാണ് അതിൻ്റെ അകത്തെ ബേസിക് ഒരു അപ്രോച്ച്, സ്റ്റാർട്ട് ഓഫ് വാട്ട് വി ഡു ഇൻ ആർട്ടിഫിഷ്യൽ പ്രോസസ്സിംഗ് ഓഫ് ഇൻഫർമേഷൻ. ഇനി ദ ജിസ്റ്റ് ഓഫ് AI എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൺസ് വി ഹാവ് എ റെപ്രസെന്റേഷൻ ഓഫ് an object as a number, we can transform it to another thing. For example, ആപ്പിൾ എന്നുള്ള ഒരു ഇമേജിനെ നമ്മളൊരു കമ്പ്യൂട്ടറിനെ കാണിച്ചിട്ട് ഇറ്റ് വിൽ സേ ഇറ്റ് ഈസ് എൻ ആപ്പിൾ എന്നുള്ളൊരു വേർഡ് ആക്കി മാറ്റുന്നു. അപ്പം ഇതുപോലൊരു വെക്ടർ എടുത്തിട്ട് നമ്മളൊരു മാട്രിക്സ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അതിൽ പല നമ്പേഴ്സ് ഉണ്ടാവും. അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആപ്പിളിന്റെ ഒരു നമ്മൾ ഇതിന് പറയുന്നത് ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇങ്ങനത്തെ ഒരു വെക്ടറിലേക്ക് കിട്ടും. അപ്പം പല ആപ്പിളിന്റെ പടങ്ങൾ വെച്ച് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് ഇതിൽ നമ്പേഴ്സ് തന്നെയായിരിക്കും. ഈ നമ്പേഴ്സ് നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കും. അത് പല തവണയായിട്ട് ചെയ്ത് കഴിയുമ്പോഴാണ്. അപ്പം ഇതിനെയാണ് നമ്മളൊരു മോഡൽ എന്ന് പറയുന്നത്, ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ ഒരു മോഡൽ എന്ന് പറയുന്നത്. അതായത് ഒരു വെക്ടർ അത് വേറൊരു മാട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മൂന്നാമതൊരു വെക്ടർ കിട്ടും. അതിനകത്തു നിന്നുള്ള ഇൻഫർമേഷൻ അത് നോട്ട് നെസസറിലി ഓൺലി വൺ മാട്രിക്സ്, ഇറ്റ് കുഡ് ബി എ സീരീസ് ഓഫ് മാട്രിക്സസ്. എന്നിട്ട് അതെല്ലാം കൂടെ കൂട്ടി ഇതിനകത്തെ ഓരോ കോളത്തിലും ഓരോ നമ്പേഴ്സ് ആഡ് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ട് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ വെക്ടർ ഉണ്ടാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ജിസ്റ്റ് മൊത്തത്തോടെ. അപ്പൊ ഇത് ഒറ്റ മാട്രിക്സ് ആയിരിക്കണമെന്നില്ല, ഇറ്റ് കുഡ് ബി മൾട്ടിപ്പിൾ മാട്രിക്സസ്, ഇറ്റ് കുഡ് ഓൾസോ ബി എ പൈപ്പ് ലൈൻ ഓഫ് ഡിഫറെന്റ് vectors, multiplication and all those things. But basically, this is how it works. And so transforming vectors into another vector is the gist of AI. For example, ipo namakku idoru normal ECG ആണെന്നറിയാം. അത് നമ്മുടെ ECG മെഷീനിൽ അത് ഇതിന്റെ വെക്ടേഴ്സ് എടുത്തിട്ട് നമ്മൾ അത് പലതവണയായിട്ട് ആ ECG മെഷീൻ പഠിച്ചതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ കൺവേർട്ട് ഇറ്റ് ഇൻ ടു എ വേർഡ് നോർമൽ. Either on the other hand, we know that there is an ST elevation, and that അങ്ങനത്തെ പല സീക്വൻസസും ഈ മെഷീൻ കണ്ടിട്ടുണ്ടാണ്ട് അത് ഇറ്റ് വിൽ കൺവേർട്ട് ഇറ്റ് ഇൻ ടു an acute myocardial infarction. Although പഴയ ECG മെഷീൻസിൽ നമുക്ക് റൂൾ ബേസ്ഡ് ഇന്റലിജൻസും ഉണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ പല ഇൻഫർമേഷൻ കൊടുക്കണമെന്നില്ല, നമുക്കറിയാം ഇതിനകത്ത് നിന്ന് ST എലിവേഷൻ കാൽക്കുലേറ്റ് STയുടെ വാല്യൂ എത്രയാണ്, ST എലിവേഷൻ എത്ര വാല്യൂ ഉണ്ടെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് നേരിട്ട് തന്നെ അത് അക്യൂട്ട് MI ആണോ എന്നുള്ളത് പറയാം. അപ്പൊ അത് റൂൾ ബേസ്ഡ് ആയിരുന്നു, അതിനകത്ത് ട്രെയിനിങ് ഇൻവോൾവ് ഇല്ലായിരുന്നു, നമ്മൾ തന്നെ അതിനകത്ത് റൂൾസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാക്കുമായിരുന്നു. ദാറ്റ് വാസ് ദ ഏർലിയർ നമ്മൾ പറയുന്ന ഇന്റലിജന്റ് സിസ്റ്റംസ്. പക്ഷെ മൾട്ടിപ്പിൾ ഡേറ്റ കൊടുത്ത് ട്രെയിൻ ചെയ്തെടുത്ത് ഇതുപോലത്തെ വെക്ടേഴ്സും മാട്രിക്സസും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് എടുക്കുന്നതാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ഭാഗം. So the most important concept of artificial intelligence is the concept of learning. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമ്മളെല്ലാവരും ഒരു കാര്യം പ്രെഡിക്റ്റ് ചെയ്ത് അതിനകത്തൊരു തെറ്റുണ്ടായി, അപ്പൊ ആ തെറ്റ് കാരണം നമ്മൾ നമ്മുടെ ഒറിജിനൽ ഇൻഫർമേഷനകത്ത് ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി പിന്നെയും നമ്മൾ അത് ഒന്നും കൂടെ ട്രൈ ചെയ്യുന്നു. അങ്ങനെയാണ് ആ ഒരു പ്രോസസ് ആണ്. അപ്പൊ ഓരോ തവണയും നമ്മൾ അത് ചെയ്യുമ്പോഴത്തേന് ഒരു എറർ ഉണ്ടാവും. ആ എററിനെ നമ്മൾ എങ്ങനെ മിനിമൈസ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ദാറ്റ് ഈസ് ഹൗ ഒരു മോഡൽ ജനറേറ്റ് ചെയ്യുന്നത്. അതായത് ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള മോഡൽ, ഇനീഷ്യലി ദ മോഡൽ മൈറ്റ് ബി ക്രിയേറ്റിംഗ് ലോട്ട് ഓഫ് എറേഴ്സ്. As we iterate over the data again and again, നമ്മുടെ എറേഴ്സ് വളരെ കുറച്ചാക്കി and finally we decide, okay, ഇത്ര എറർ മതി, നമുക്ക് ഇത്രയൊക്കെ അക്സെപ്റ്റബിൾ ആണ്. എന്നിട്ട് then that is when we deploy the model. So the learning is all about minimizing errors. And ഈ ട്രെയിനിങ് എന്ന് പറയുമ്പോഴത്തേന് ഇതൊരു മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് ആണ്. നമുക്ക് എറേഴ്സിനെ സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് ദിസ് പാരബോളിക് റൂൾ ആൻഡ് ദെൻ നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ മൾട്ടിപ്പിൾ മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്സ് ആർ ഇൻവോൾവ്ഡ്. മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻസ്, മാട്രിക്സ് മാത്തമാറ്റിക്സ്, പിന്നെ ഡിഫറൻസിയേഷൻ, ഇതെല്ലാം. പക്ഷെ ഐ എം നോട്ട് ഗോയിങ് ഇൻ ടു ദോസ് ഡീറ്റെയിൽസ് ബിക്കോസ് എനിക്കും അത് കൂടുതൽ മനസ്സിലായിട്ടില്ല. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എ വാസ്റ്റ് ടോപ്പിക് ഓൺ ഇറ്റ്സ് ഓൺ. So that is why we keep training. നമ്മൾ ഇപ്പൊ മോഡൽസിനെ പറ്റി അല്ലെങ്കിൽ AI നെ പറ്റി പറയുമ്പോഴത്തേക്കും നമ്മൾ ട്രെയിനിങ്ങിനെ പറ്റി പറയാറുണ്ട്.
അപ്പൊ അതില് വാട്ട് ഇറ്റ് ഡസ് ഇസ് ഇറ്റ് ഗോസ് ത്രൂ ദ ഡേറ്റ അഗൈൻ ആൻഡ് അഗൈൻ ആൻഡ് ഓരോ തവണയും പോകുമ്പോൾ അത് പ്രഡിക്റ്റ് ചെയ്യും, ഓരോ തവണയും പോകുമ്പോൾ പ്രഡിക്റ്റ് ചെയ്യും. അങ്ങനെ റെപ്പിറ്റേറ്റീവ് പ്രഡിക്ഷൻ ചെയ്തിട്ട് നമ്മൾ ഓരോ തവണ ഒരു എറർ കണ്ടു കഴിയുമ്പോഴത്തേനും നമ്മുടെ ഒറിജിനൽ മോഡലിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തും, പിന്നെയും അത് മാറ്റി 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 അങ്ങനെ ഫൈനലി വി അക്സെപ്റ്റ് മോഡൽ വിച്ച് ഹാസ് ഗോട്ട് ദ ലീസ്റ്റ് എറർ. സോ ഒരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇപ്പം നമ്മളിപ്പോ ഒരു ഹൈറ്റും വെയിറ്റിന്റെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്, അതിനകത്ത് ഇത്രയും പോയിന്റ്സ് ഉണ്ട്. ഇപ്പൊ നമ്മള് പറയാണ് ഓക്കെ വിത്ത് ദിസ് ഈസ് അവർ ട്രെയിനിങ് ഡേറ്റ, നമ്മളിങ്ങനെ ഓരോ ഹൈറ്റിന് ഇത്ര വെയിറ്റ് കണ്ടു എന്നുള്ളതാണ്. നമുക്ക് ഇനി ഇതൊന്ന് പ്രെഡിക്റ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ വരുന്ന വെയിറ്റ് ഇത്രയും വെയിറ്റ് ഉണ്ടെങ്കിൽ എത്രയായിരിക്കും ഹൈറ്റ് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ വി നീഡ് ടു ക്രിയേറ്റ് ഒരു ലൈൻ ഉണ്ടാക്കണം. ആ ലൈൻ ഒരു ഇക്വേഷൻ ഉണ്ട്, mx+c എന്ന് പറഞ്ഞൊരു ലൈൻ. അതാണ് നമ്മുടെ പഴയ മാത്സിൽ പഠിക്കുകയാണെങ്കിൽ ഈ ഒരു ലൈനിന്റെ ഇക്വേഷൻ. നമുക്ക് ഒരു ലൈൻ വരയ്ക്കണം which would predict the weight when the height is let's say 120 kgs. അപ്പൊ അത് എത്രയായിരിക്കും എന്ന് നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ തന്നെ നമ്മളുടെ കണ്ണ് നമ്മളോട് പറയുന്നുണ്ട് ഇതൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആക്ച്വലി ഇറ്റ് ബി ഏബിൾ ടു പ്രെഡിക്റ്റ് അറ്റ്ലീസ്റ്റ് ഇൻ ഇറ്റ്സ് ഒരു ക്ലോസ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കുന്നു. സോ ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ ഈ ഒരു ലൈൻ ആയിരിക്കാനാണോ സാധ്യത, അതോ ഈ ഒരു ലൈൻ ആയിരിക്കാനാണോ സാധ്യത, അതോ ഈ നീല കളറിലെ ലൈൻ ആയിരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും ഏതായിരിക്കും എന്ന്, അല്ലെ? ഇപ്പം ഇൻ ദിസ് കേസ് ഇറ്റ് വിൽ ബി ഈ ഒരു ലൈൻ ആയിരിക്കും എന്ന് നമുക്ക് അറിയാം. വൈ ഇസ് ദ ക്വസ്റ്റ്യൻ. സോ നമ്മൾ ബാക്കി രണ്ട് ലൈൻ എടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഇതാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ വരുമ്പോൾ ഏകദേശം ഇവിടെ ആയിരിക്കും വെയിറ്റ് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ നോക്കിയിട്ട് നമ്മൾ അതിനകത്ത് വരകൾ ഇതിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ ഏറ്റവും ഇതൊക്കെയാണ് എറർ. ഈ ഡിസ്റ്റൻസ് ഓഫ് നമ്മുടെ കണ്ട ഡേറ്റയും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഡേറ്റയും തമ്മിലുള്ള എറേഴ്സ് ഇതാണ്. അത് ഏറ്റവും മിനിമം ഇതെല്ലാം കൂടെ ആഡ് ചെയ്തെടുക്കുവാണെങ്കിൽ ഏറ്റവും മിനിമം ഈ ലൈൻ ആയിരിക്കും. അതേസമയം ഇതുപോലൊരു ലൈൻ ആയിരുന്നെങ്കിൽ നമ്മൾ ഈ എറേഴ്സ് ഒക്കെ വളരെ കൂടി വന്നേനെ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ലൈൻ നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കണ്ണ് നമ്മുടെ ആ ബ്രെയിൻ ഈസ് വെരി ഇങ്ങനത്തെ ചെറിയ ഡയമെൻഷൻസ്, അതായത് 1-2 ഡയമെൻഷൻസ് മാത്രം ഉള്ളതിനകത്ത് നമുക്ക് തന്നെ പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവും ഏതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ലൈൻ എന്നുള്ളത്. ദിസ് ഇറ്റ് സെൽഫ്, ഈ ഒരു ലൈനിന്റെ മോഡൽ വിൽ ബിക്കം ദിസ് ലൈനിന്റെ ഇക്വേഷൻ വിൽ ബിക്കം എ മോഡൽ ഫോർ പ്രെഡിക്റ്റിംഗ് വെയിറ്റ് വെൻ ഹൈറ്റ് ഈസ് ഗിവൺ. ഇതൊരു കോൺസെപ്റ്റ് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. ഓഫ് കോഴ്സ് നമ്മൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ AI മോഡൽസ് വർക്ക് അറ്റ് മൾട്ടിപ്പിൾ ഡയമെൻഷൻസ്, നോട്ട് ജസ്റ്റ് ഇൻ 2 dimensions ലൈക്ക് ദിസ്. ഇറ്റ് വുഡ് ബി ലൈക്ക് മൾട്ടി ഡയമെൻഷണൽ ഡേറ്റ ആയിട്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ ഹൗ ഡു വി what are the techniques of generating models? It's a very vast topic and I'm not going into the details of this. So basically രണ്ട് ടൈപ്പ് ഓഫ് AI എന്ന് പറയാം. ഒന്നാണ് ക്ലാസിക്കൽ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്, മറ്റേ നമ്മൾ എല്ലാവരും ഇപ്പൊ കേൾക്കുന്ന ഡീപ്പ് ലേണിംഗ് മോഡൽസ് ആണ്. അതിനകത്ത് ക്ലാസിക്കൽ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് വി ജസ്റ്റ് ഡിസ്ക്രൈബ് വാട്ട് എവർ സ്റ്റാറ്റിസ്റ്റിക്സ് ദാറ്റ് വി ഹാവ്. പക്ഷെ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇൻഫറൻസിലേക്ക് കൊണ്ടുവന്നാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പം ആ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലാണ് ഇതിനകത്തെല്ലാം ഡിപ്ലോയ് ചെയ്യുന്നത്. ആൻഡ് വൺ ഗുഡ് തിങ് അബൌട്ട് ദിസ് ഇസ് ദാറ്റ് ദ മോഡൽ ഈസ് എക്സ്പ്ലെയിനബിൾ. സോ നമ്മൾ തന്നെയാണ് ഏത് സ്റ്റാറ്റിസ്റ്റിക്കൽ ബേസിസ് ആണ് യൂസ് ചെയ്യേണ്ടത്, ഒരു ലോജിസ്റ്റിക് റിഗ്രഷൻ ആണോ യൂസ് ചെയ്യേണ്ടത്, അതോ ലീനിയർ റിഗ്രഷൻ ആണോ യൂസ് ചെയ്യേണ്ടത്, അതോ വേറെ പല ടൈപ്പ് ഉണ്ട്, നൈവ് ബേസ് എന്നൊക്കെ പറഞ്ഞ പല മോഡൽസ് ഉണ്ട്, അതാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, എന്തുകൊണ്ടാണ് ഈ മോഡൽ ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് ഫാസ്റ്റർ ടു ട്രെയിൻ ആണ്, കമ്പ്യൂട്ടർ റിസോഴ്സസ് അധികം ആവശ്യം ഇല്ല കമ്പയർ ടു ഡീപ്പ് ലേണിംഗ്. പക്ഷെ ഇതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്, അതായത് അക്യുറസി കുറവാണ്. അതായത് നമ്മളിപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ തന്നെ ഹാൻഡ് ക്രാഫ്റ്റഡ് ഫീച്ചേഴ്സ്, അതായത് നമ്മൾ ഇപ്പോൾ ഒരു ആപ്പിളിന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോഴത്തേനും അതിനകത്ത് 3-4 ഫീച്ചേഴ്സ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമ്മൾ തീരുമാനിക്കുന്ന ഫീച്ചേഴ്സ് ഇതും പലപ്പോഴും യൂസ് ചെയ്യുന്നുള്ളൂ. ഓഫ് കോഴ്സ് ഈ ക്ലാസിക്കൽ മെഷീൻ ലേണിംഗിൽ നമുക്ക് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് കൊണ്ട് അതിനകത്ത് എത്രയൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ടെന്നുള്ളത് അത് തന്നെ തീരുമാനിക്കുന്നത് ഉണ്ടെങ്കിലും പലപ്പോഴും അതിനകത്ത് ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ഡിഫറൻഷിയേറ്റിംഗ് ബിറ്റ്വീൻ തിങ്സ് വിൽ ബി ലിമിറ്റഡ് on the but it is always explainable. ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത് അത് കുറച്ചുകൂടെ വളരെ
കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ നമ്മുടെ ന്യൂറോൺ, നമ്മുടെ ബ്രെയിനിലുള്ള ന്യൂറോൺ വെച്ചിട്ടാണ്. അപ്പൊ മൾട്ടിപ്പിൾ ഇൻപുട്സ് ആൻഡ് സിംഗിൾ ഔട്ട്പുട്ട് ആണ്. അപ്പം ഡെൻഡ്രൈറ്റ്സ് ഉണ്ട്, നമുക്ക് ഒരു ആക്സോൺ ഉണ്ട്, ഇറ്റ് വിൽ ഫയർ. ആൻഡ് ദിസ് ഫയറിംഗ്, വെദർ ഇറ്റ് വിൽ ഫയർ ഓർ നോട്ട്, ഡിപ്പെൻഡ്സ് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് സിഗ്നൽസ് ദാറ്റ് ഈസ് കമ്മിങ് ഫ്രം ഓൾ ദീസ് ഡെൻഡ്രൈറ്റ്സ്. എന്നിട്ട് ഈ ഡെൻഡ്രൈറ്റ്സിന്റെ സിഗ്നൽസിനെയൊക്കെ അത് കൂട്ടിയും കുറച്ചും ഒക്കെ കൂടി ചേർത്തിട്ടാണ് ഫൈനലി ഇറ്റ് വിൽ ഡിസൈഡ് വെദർ ഇറ്റ് വിൽ ഫയർ. അപ്പൊ ഇതേ പ്രോസസ്സ് നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് പല ലേയേഴ്സിൽ ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഇങ്ങനെ ചെയ്യുന്ന പല ലേയേഴ്സിലാണ് നമ്മൾ ഇതിനെ ഡീപ്പ് ലേണിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഈ ഡീപ്പ് ലേണിംഗ് ടെക്നിക്സിൽ നമുക്ക് പലപ്പോഴും ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്തതെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഈ മൊത്തം ന്യൂറൽ നെറ്റ്വർക്കിനെ ഒരു ബ്ലാക്ക് ബോക്സ് ആയിട്ടാണ് ആൾക്കാർ കാണുന്നത്. ഓൾദോ എക്സ്പ്ലെയിനബിൾ ഡീപ്പ് ലേണിംഗ് മെത്തേഡ്സ് ആർ കമ്മിങ്, അതൊക്കെ ഉണ്ടെങ്കിലും പൊതുവെ ഇതാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. ഇതിനകത്തെ പ്രോബ്ലം ഇതാണ്. ബട്ട് ഇറ്റ് ഈസ് മോർ അക്യുറേറ്റ്. ദി അതർ ഡ്രോബാക്ക് is that it takes much longer to train. It might take large language models ഒക്കെ നമ്മളിപ്പം ChatGPT ഒക്കെ it took months for it to train. But it is much more accurate. But the drawback, as I said, it is not explainable. സോ അവിടെ വെച്ച് ഞാൻ ഇത്രയും ഞാൻ ഇതിനെപ്പറ്റി പറയുന്നുള്ളൂ, ബിക്കോസ് ഇതിന്റെ ഡീപ്പർ ഇതിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് മോഡൽസ്? ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്ലാസിക്കൽ മെഷീൻ ലേണിംഗ് പ്രോസസ് ഉണ്ട്, അല്ലെങ്കിൽ ഡീപ്പ് ലേണിംഗ് പ്രോസസ് ഉണ്ട്. എന്നിരുന്നാലും ഇറ്റ് റിക്വയർസ് എ ലോട്ട് ഓഫ് ഡേറ്റ. നമ്മൾ ചെറിയൊരു ഡേറ്റയിൽ 1-2 ഡേറ്റ വെച്ചിട്ട് നമുക്ക് പ്രഡിക്ഷൻ വളരെ കുറവാണ്. അതും പല ഫീച്ചേഴ്സും മൾട്ടി ഡയമെൻഷണൽ ആകുമ്പോഴത്തേക്കും നമുക്ക് ഡേറ്റ ഒത്തിരി വേണം. ആൻഡ് യൂഷ്വലി ഇതിനെല്ലാം ലേബിൾ ഡേറ്റ അല്ലെങ്കിൽ അനോട്ടേറ്റഡ് ഡേറ്റ ആയിരിക്കണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു CT ഇമേജ്, അതിനകത്ത് EDH ഉണ്ടെന്ന് കാണിക്കുകയാണെങ്കിൽ അത് നമ്മൾ അറ്റ്ലീസ്റ്റ് ആ ഒരു ഇമേജിൽ EDH ഉണ്ട്, വേറൊരു ഇമേജിൽ EDH ഇല്ല എന്നെങ്കിലും എഴുതിയിരിക്കണം. EDH എവിടെയാണെന്നുള്ളത് വരച്ചു കൊടുക്കുന്നത് അത് വേറെ കാര്യം. അതല്ല, അറ്റ് ദ ബേസ് ലെവലിൽ തന്നെ നമ്മൾ ഒരു എക്സ്ട്രാ ഡ്യൂറൽ ഹെമറേജ് ഉള്ള ആണെങ്കിൽ അതിനെ ലേബിൾ ചെയ്യണം എക്സ്ട്രാ ഡ്യൂറൽ ഹെമറേജ് എന്ന്, എവിടെയാണെന്നൊന്നും എഴുതിയില്ലെങ്കിൽ ഇപ്പോൾ. അപ്പൊ ഇതിന്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര മാനുവൽ ലേബർ ഇന്റൻസീവ് ആണ്. So someone will have to sit through thousands of images, or a group of people will have to do that and then annotate them. Lot of time and expense അതിനുണ്ടാവും. പിന്നെ the training itself is on big computers with large GPUs, especially deep learning techniques. അതിന് ലാർജ് GPUs വെച്ചിട്ടാണ് നമ്മൾ ട്രെയിനിങ് നടത്തുന്നത്. And it might require weeks to months of training. Another big problem is the consumption of electricity that nobody is talking about. പലപ്പോഴും വളരെ ബിഗ് മോഡൽസ് വിച്ച് ക്യാൻ ബി വെരി കോംപ്ലക്സ് മോഡലിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത്, കോംപ്ലക്സ് പ്രഡിക്ഷൻസിനൊക്കെ യൂസ് ചെയ്യുന്നത്, അതിന്റെ ഒരു ലിമിറ്റിംഗ് ഫാക്ടർ മൈറ്റ് ബി ദ എമൗണ്ട് ഓഫ് എനർജി ദാറ്റ് ഇറ്റ് കൺസ്യൂംസ്. ഫോർ എക്സാമ്പിൾ ദ GPT-3, നമ്മൾ ഇപ്പം ChatGPT-3 it took almost 1300 megawatt hours for it to train, that too in about 3-4 months. അപ്പം അത്രയുമാണ്. this itself can become a limiting factor for development of AI more than this, more than what we have right now, unless we start having algorithms that will cut down on the electricity use. And these are the reasons why model create ചെയ്താലും അത് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ it is so expensive. ഇൻഫാക്ട് ഇപ്പോൾ പലരും ഫ്രീ ആയിട്ട് ഇപ്പൊ ChatGPT യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനൊക്കെ ഒരു ലിമിറ്റ് വരാനാണ് സാധ്യത. ആൻഡ് ഓഫ് കോഴ്സ് അതിനകത്ത് ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് ആ ഫ്രീ സോഫ്റ്റ്വെയറിൽ കിട്ടുന്നുമില്ല. സോ ദിസ് ഈസ് ദ ജിസ്റ്റ് ഓഫ് ഹൗ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വർക്ക്സ്. Now, how do we assess a model? നമ്മളിപ്പം ഡോക്ടേഴ്സ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ മോഡൽ കൊണ്ടുതരുമ്പോൾ നമ്മൾ അസസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് 1-2 ടെസ്റ്റ് കേസസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ അതിനേക്കാളും ഉപരിയായിട്ട് നമ്മളിപ്പോ ഒരു ഡോക്ടർ എന്തൊക്കെ പഠിച്ചു, എവിടെയൊക്കെ പഠിച്ചു, എത്ര ട്രെയിൻഡ് ആയിട്ടുണ്ട് എന്ന് ചോദിക്കുന്ന പോലെയൊക്കെ തന്നെ നമുക്കൊരു മോഡലും നമുക്ക് അസസ് ചെയ്യാൻ പറ്റണം. അത് എനിക്കൊന്ന് ഭാവിയിൽ അതിനൊക്കെ നമ്മുടെ മെഡിക്കൽ സ്കൂൾസിൽ അതൊക്കെ ചിലപ്പം ഒരു പാർട്ട് ഓഫ് ടീച്ചിങ് ആകാൻ സാധ്യതയുണ്ട്. So we need to know how the model was trained, whether it was a classical machine language approach or a deep learning approach. Multiple പേരുകളുണ്ട് ഇതിനകത്ത്, ലീനിയർ റിഗ്രഷൻ, ലോജിസ്റ്റിക് റിഗ്രഷൻ, നൈബേസ്, അല്ലെങ്കിൽ ഡീപ്പ് ലേണിംഗിനകത്ത് CNN, ലാംഗ്വേജ് പ്രോസസ്സിംഗിനകത്ത് നമ്മളിപ്പം യൂസ് ചെയ്യുന്നതാണ് ഈ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത്. GPT എന്ന് പറഞ്ഞാൽ ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമേഴ്സ് എന്നാണ് അതിന്റെ അർത്ഥം. ഈ ട്രാൻസ്ഫോമർ ഇസ് വൺ ബിഗ് ചേഞ്ച് കൊണ്ടുവന്ന ഒരു മോഡലാണ്.
So so we need to know on what model it was trained, and how was the data prepared. So was it a balanced data? Example, if ഒരു model is classifying X-ray into pneumothorax and pneumonia, ഇപ്പം അതിനകത്ത് അത് ട്രെയിൻ ചെയ്ത സമയത്ത് ഒരു ന്യൂമോതൊറാക്സും 99 ന്യൂമോണിയയും വെച്ചിട്ട് മാത്രമായിരുന്നു അതിനെ ട്രെയിൻ ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു റേഷ്യോയിലായിരുന്നു ട്രെയിൻ ചെയ്തെങ്കിൽ, നമ്മളൊരു റിയൽ ലൈഫ് സിനാരിയോയിൽ അതിന്റെ ന്യൂമോതൊറാക്സ് പിക്ക് ചെയ്യാനുള്ള എബിലിറ്റി വളരെ കുറവായിരിക്കും. ബിക്കോസ് അത് എന്തിനെ കണ്ടാലും പിന്നെ ന്യൂമോണിയ എന്ന് വിളിച്ചാൽ പോലും അത് 99% അക്യുറേറ്റ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് അതിന്റെ വെദർ ദ ട്രെയിനിങ് വാസ് ഡൺ ഓൺ എ വെൽ ബാലൻസ്ഡ് പിന്നെ മോഡൽ അല്ലെങ്കിൽ ഡേറ്റ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ അവരോട് ചോദിക്കേണ്ട കാര്യങ്ങൾ. another thing that they keep talking about is the area under curve. ഇത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ ROC curve എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. എനിവേ ഇറ്റ് ഈസ് എ കോൺസെപ്റ്റ് വേർ നമ്മൾ പല ലെവൽ ഓഫ് കട്ട് ഓഫ് വെച്ചിട്ട് നമ്മൾ നോക്കും. ആ ഓരോ ലെവലിലും ഇത് ഹൗ ഇസ് ഇറ്റ് പെർഫോമിങ്, വെദർ ദ ട്രൂ പോസിറ്റീവ് റേറ്റ് ഹൈ ആയിട്ട് നിൽക്കുകയും false positive low ആയിട്ട് നിൽക്കുവാണെങ്കിൽ നമുക്ക് ഏരിയ curve will be much more than 0.5. So as it gets closer to 1, that means that it is a good classifier. So മുമ്പേ പറഞ്ഞ പോലത്തെ എക്സാമ്പിളിൽ pneumothorax versus pneumonia, അപ്പൊ ഇത് എന്റെ AUC എന്ന് പറയുന്നത് if it is 0.99, we know that this model is better than another model which has got an AUC of 0.89. So this is just one metric that we can use to actually evaluate a model, and this will also take care of whether it has been trained in a what is the accuracy, precision, കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു കണക്കാണ്. എന്നിരുന്നാലും ഇതിന്റെ ഡേറ്റ എങ്ങനെയായിരുന്നു, അത് വെൽ ബാലൻസ്ഡ് ആയിരുന്നോ ഇല്ലോ എന്നുള്ളതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചോദിക്കേണ്ട കാര്യങ്ങളാണ്. So now coming to artificial intelligence in the use in healthcare, now whether it is a hype or reality. ഇത് 2016 ജോഫ്രി ഹിൻടൺ എന്ന് പറയുന്നത്, ഇദ്ദേഹമാണ് ഈ ഡീപ് ലേണിംഗിന്റെ ഫാദർ ഓഫ് AI എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഹിസ് idea that actually finally culminated into forming this deep layer network, although and the mathematical concepts were much prevalent even before that, but he was instrumental in bringing it out. And he made this bold prediction saying that people, in fact this was about ഞങ്ങളെ പോലുള്ള റേഡിയോളജിസ്റ്റിനെ എതിരെയായിരുന്നു. People should stop training radiologists now. It's just completely obvious that within 5 years deep learning is going to do better than radiologists. So he was so sure of that technology, but thankfully he was he was not right. He was wrong, in fact. And then so why did he feel? Because he didn't know the nuances, the variations that we have in ഒരു simple ഒരു റേഡിയോളജി കേസിൽ പോലും നമ്മളൊരു ഇമേജ് നോക്കുമ്പോഴത്തേന് അതിൻ്റെ ചെറിയ ചെറിയ വേരിയേഷൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് സോ വാസ്റ്റ് ദാറ്റ് നോ മാറ്റർ വാട്ട് AI എന്ത് മോഡൽ വന്നു പറഞ്ഞാലും അത് മുഴുവനും എൻകംപാസ് ചെയ്യാൻ, അതിനെ മൊത്തം കാണാനായിട്ടുള്ള ഒരു കഴിവ് AIക്ക് വന്നിട്ടുണ്ടാവില്ല. പിന്നെ വേറെ പല കാരണങ്ങളും ഉണ്ട്. We'll go to that now. Although he's right about the potential, so as I said, he had no idea what the variation, the scale of variations that we have in human anatomy, physiology, and pathology. Another case in point is the IBM Watson. എനിക്ക് ഒന്ന് കുറച്ച് പേരെങ്കിലും അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാവും. IBM Watson എന്ന് പറയുന്ന ഒരു സൂപ്പർ കമ്പ്യൂട്ടിംഗ് സിസ്റ്റം ആയിരുന്നു, which was actually a natural languaging processing computer. അപ്പൊ അതെന്ത് ചെയ്തെന്ന് വെച്ചാൽ ജോപ്പഡി എന്ന് പറഞ്ഞ ഒരു ക്വിസ് പ്രോഗ്രാം, അമേരിക്കൻ ഗെയിം ഷോ ആയിരുന്നു. അതിന്റെ ഇറ്റ് ഇസ് ആക്ച്വലി റിവേഴ്സ് ക്വിസ്. അതായത് ആദ്യം ആൻസർ തരും, പിന്നെ നമുക്ക് വി ഹാവ് ടു ജനറേറ്റ് ക്വസ്റ്റ്യൻസ്. സോ അതിന്റെ പല ടെക്സ്റ്റ് ഡേറ്റ ഉപയോഗിച്ച് അത് പഠിച്ചിട്ട് then it created a software which actually won that game, and it beat some of the long time champions. അത് എനിക്കൊന്ന് 2000 late 2000s 2009-10 ആ സമയത്തായിരിക്കും. സോ അതിന്റെ ഒരു സക്സസ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും IBM decided to create a clinical decision support software for oncologists. In fact, it was also for a general medical use. പക്ഷെ അവര് കൂടുതലും ഓൺകോളജിസ്റ്റിനെ ആയിരുന്നു അത് ടാർഗറ്റ് ചെയ്തത്. And it went through thousands of text data from Memorial Sloan Kettering OnCo database. അത് അവിടുത്തെ ഡോക്ടേഴ്സ് ഒക്കെ കൂടി ചേർത്തിട്ടാണ് ചെയ്തത്. എന്നിരുന്നാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് ആദ്യം അതിനകത്ത് ഭയങ്കര ഹൈപ്പ് ഉണ്ടായെങ്കിലും ആഫ്റ്റർ എ ഫ്യൂ ഇയേഴ്സ്
it just died off. Although ഇപ്പോഴും അതിന്റെ API ഒരു കോസ്റ്റ്ലി നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ many hospitals had you started using it and then later they stopped using. In fact, അമേരിക്കയിൽ പുറത്തായിരുന്നു പിന്നെ കൂടുതലും Thailand, Korea, even India, Manipal Hospital had used it. But then it died off sometime. I think Manipal has stopped using it. That's because it is very expensive and it did not add value any more than what the oncologists were already doing. So that's another case in point. So if it has to be useful, it has to be quite disruptive. അങ്ങനത്തെ ഒരു യൂസേജിലേക്ക് വന്നിട്ടില്ല AI ഇതുവരെ. So then these are the reasons why the hype did not survive at that point of time. So it's a very deep learning is a very powerful tool. Make no mistake about that. But as I said, the model is only as good as the training it receives. So no amount of training can encompass all variations that are there, obviously, in namala കാണുന്ന day-to-day ഇതിലേക്ക്. And it's a laborious process, as I had mentioned earlier. Now, again, training such a data is extremely energy intensive. But again, diseases are geography and genetics dependent. So ഒരിടത്ത് ഡിപ്ലോയ് ചെയ്തേക്കുന്ന മോഡൽ നമ്മൾ വേറൊരിടത്തേക്ക് ഡിപ്ലോയ് ചെയ്യുമ്പോഴത്തേനും അതിന്റെ ആക്യുറസി കാര്യങ്ങളെല്ലാം മാറാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. I hope I am audible. Yes, sir. Yes. Right. And the other problem is, as I said, DL models are not explainable. So therefore, അതെന്തെങ്കിലും ഒരു പാറ്റേൺ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ അത് എന്ത് പാറ്റേൺ ആണെന്ന് നമുക്ക് അറിയാതെ നമ്മൾ അതിലൊരു ട്രസ്റ്റ് കൊടുക്കത്തില്ല. And even if they find unknown patterns, it will be very difficult to run clinical trials based on those, because we don't actually know what the reason why it called. For example, there was this model which used to predict mortality based on chest X-rays, and it was said that nobody understood what it was doing. It was not just based on the parenchymal pathology. പിന്നെ അത് എങ്ങനെയോ അത് കണ്ടുപിടിച്ചെന്തോ ഇൻഫ്രാക്ലാവിക്കുലർ ഫാറ്റിന്റെ എമൗണ്ട് വെച്ചിട്ടും കണ്ടാണ് അത് കണ്ടുപിടിച്ചത്. സോ ഇറ്റ് വാസ് സോ പാറ്റേൺ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് അതിനൊരു ക്ലിനിക്കൽ ട്രയൽ പോലും നടത്താൻ പറ്റത്തില്ല. ദീസ് ആർ ദ റീസൺസ് വൈ it did not survive. I mean, the AI that we had those times, so 2010 to 2020, ആ സമയത്തായിരുന്നു ഏറ്റവും കൂടുതൽ ഹൈപ്പ് ഇതിനെ പറ്റി ഉണ്ടായിരുന്നത്. After that, companies have realized that the path that they were taking were not exactly the right path. So what's the role of AI in healthcare right now? So there's no doubt, as I said, AI has got this പെട്ടെന്ന് തന്നെ ഡേറ്റ എല്ലാം ക്രഞ്ച് ചെയ്തിട്ട് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ സഹായിക്കാൻ അല്ലെങ്കിൽ ഒരു പ്രഡിക്ഷനിലേക്ക് പോകുന്നുണ്ട്. So it is most useful in cases like if you have to talk about a proper clinical scenario, then it will be triaging and mass screening. Triaging is because it's അവിടെ ഭയങ്കര ടൈം ക്രിട്ടിക്കൽ കാര്യങ്ങളാണ്. എമർജൻസീസിൽ വരുന്നു, പെട്ടെന്ന് തന്നെ അതിനകത്ത് ഡിസിഷൻസ് എടുക്കണം. അതും പലപ്പോഴും അത് സംഭവിക്കുന്ന രാത്രികളിലായിരിക്കും. എല്ലാ സ്പെഷ്യലിസ്റ്റിന്റെയും അവൈലബിലിറ്റി ആ സമയത്ത് ഉണ്ടാകണമെന്നില്ല. എസ്പെഷ്യലി ലൈക്ക് അസ് റേഡിയോളജിസ്റ്റ് നൈറ്റ്സ് എടുക്കാൻ ആർക്കും താല്പര്യമില്ല. വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് പീപ്പിൾ ടു വർക്ക് നൈറ്റ്സ്. അപ്പം പലപ്പോഴും സ്ട്രോക്സ് ഒക്കെ അതിനകത്ത് വളരെ ഈ സമയത്താണ് കൂടുതലും വരുന്നത്. And also the scope for treatment for stroke has immensely increased with the advent of interventional neuro interventions like thrombectomies and intraarterial thrombolysis. So അപ്പോൾ because time is so critical, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ചില കമ്പനികൾ ഇത് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. and it has been very useful. For example, in UK, most of the stroke screening is done by some company called Rapid AI. It runs it might not be actually a deep learning. Initially I think they started with just classical machine learning വെച്ചിട്ടായിരുന്നു അത്. നമ്മൾ post contrast perfusion images വെച്ചിട്ടായിരുന്നു. It will decide whether it has to go to intervention or just conservative management like പോണോ വേണ്ടെന്നുള്ളത്. First of all, it will decide whether it is a bleed or an infarct, and if it is an infarct, whether an intervention is going to help. So that has become very useful, and it is being used especially in UK and some of the US hospitals. ECG and other medical tracing analysis, അത് നമുക്ക് already ഉണ്ട്. It's been available for a long time.
as physicians, you would know better and how much you trust these ECG machines. All these things have the problem of being very sensitive and less specific, and therefore it throws up a lot of false alarms. അത് മാത്രമാണ് ഞാൻ അതിനകത്ത് മനസ്സിലാക്കിയേക്കുന്നത്. So ECG, it's been there for a long time. Mass screening for TB. So again, mass screening. So where you have large numbers, again, human beings can't possibly screen them. അത്ര ഒരു ക്യാമ്പ് നടത്തുവാണെങ്കിൽ 100, 200, 300 people coming into the camp, and then we have to sort them into whether you have a probable TB or not TB. So അങ്ങനത്തെ ഇതിലേക്ക് നമുക്ക് യൂസ് ചെയ്യാം. There is an Indian company called Cure AI who's been doing that. Is I think they have deployed for some programs. Diabetic retinopathy, it's an interesting thing because diabetic retinopathy was the first, not this company, another company was our product, the first one, first AI based solution that FDA approved, which didn't need a human supervision. So diabetic retinopathy, again, mass screening when it use him because it helps a lot for, I mean, as physicians, you would know why it is more important. So these are the few clinical scenarios where AI can be deployed. So where else? So then comes the use of AI into areas where it is very tedious. For example, ഞങ്ങള് it used to take ages for us to type out reports. ഇപ്പം നമ്മൾക്കറിയാം നല്ല ടൈപ്പിസ്റ്റുകളെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാവരും ഇങ്ങനെ പെറുക്കിയാണ് ടൈപ്പ് ചെയ്യുന്നത്, and that too they are not aware of medical terms and all. It's a pain. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല because they are also not being trained well. And അതിന് വലിയൊരു നമുക്കും ടൈപ്പിംഗ് അറിയില്ല, എത്ര സമയം എടുത്തായിരുന്നു ഓരോ ടൈപ്പ് റിപ്പോർട്ട് ആയിരുന്നു. ഇപ്പം നമ്മളത് വി ആർ യൂസിങ് ടെക്സ്റ്റ് to voice to text, voice recognition software ആണ് യൂസ് ചെയ്യുന്നത്. രണ്ട് കമ്പനിയാണ് മെയിൻ ആയിട്ടുള്ള. പഴയത് നുവാൻസ് എന്ന് പറഞ്ഞൊരു കമ്പനി ആയിരുന്നു, ഇപ്പം ഓഗ്നിറ്റോ, ഇറ്റ്സ് an Indian company and it is doing very well, and this is based on AI. Nuance is an old company which used to work probably on ML or even rule based ആയിരിക്കാം. പക്ഷേ this company is based on AI, and again Nuance has also gone into AI based voice recognition. Another one is summarization for discharge summaries or OP notes. For example, there is a concept that even an OP interaction, അത് രണ്ട് ഡോക്ടറും സംസാരിക്കുന്നു, പേഷ്യന്റും സംസാരിക്കുന്നു, അത് മുഴുവനും വോയിസ് ടു ടെക്സ്റ്റ് ആക്കി മാറ്റി പിന്നെ അതിനെ സമ്മറൈസ് ചെയ്തെടുക്കാം. അതൊരു ഇതാണ്. അല്ലെങ്കിൽ ഒരു ഡിസ്ചാർജ് സമ്മറി, നമ്മൾ അത്രയും ദിവസം കിടന്നതിന്റെ എല്ലാ ഇൻഫർമേഷനും ഗ്യാദർ ചെയ്തിട്ട് അതിനെ സമ്മറൈസ്. സോ ടെക്സ്റ്റ് സമ്മറൈസേഷൻ ഈസ് എ ബിഗ് process in NLP, and a lot of companies, for example, even in ChatGPT, nammalipo inde prompt we have to prompt it by giving a lot of text, and നമ്മൾ അത് കൊടുക്കുകയാണെങ്കിൽ it will summarize things. ഗൂഗിളിലെ ജെമിനി എന്ന് പറയുന്നതാണ്. ഇപ്പം ബാർട്ട് എന്ന് പറഞ്ഞൊരു ഒരു മോഡൽ ഉണ്ടായിരുന്നു. they have moved to something called Gemini. അതിപ്പം it is becoming probably better than GPT ആകും എന്നാണ് പറയുന്നത്. Then Google has got this MedPalm large language model. It is solely for medical purposes. It is trained on large text data from medical data and editing. And other things like predicting drug interactions, these are things that we might overlook. We might be prescribing many drugs, and then there might be unknown നമ്മൾ ശ്രദ്ധിക്കാത്ത ഇന്ററാക്ഷൻസ് ചിലപ്പോൾ കാണാം. അത് that can lead to issues with toxicity or hypofunctioning of drugs. അപ്പൊ ഇതൊക്കെ നമുക്ക് predict ചെയ്യാം. സംടൈംസ് പേഷ്യന്റ് അതിനോട് പിന്നെ റെസ്പോണ്ട് ചെയ്യാതെ വരുമ്പോഴത്തേനും if you go through these, it might be the drug interactions that's the culprit. So those things can be taken care of. Predicting patients' outcome from electronic healthcare is just to more in terms of an administrative thing or even for clinical. For example, ഒരു particular disease entity വന്നിട്ട് acute care വന്നു discharge ആയിപ്പോയി. What is the probability that he is going to come back for a readmission? So these are the things that can be done from EMR അല്ലെങ്കിൽ EHR. So ഈ large text data മുഴുവനും അത് പഠിച്ചെടുത്തിട്ട് what has happened to those patients, and then it can predict.
Then there are other devices like vein finder, diabetic foot analysis that would use ML or AI in അതിന്റെ ഒരു ഡിവൈസ് ലെവലിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇറ്റ്സ് നോട്ട് purely clinical output alla, it's just these are devices that help us. Again, research and device improvement, administrative, these are the other areas that we can use. Genomic analysis, for example, deep variant from Google, it helps in genomic analysis. And so what is the gene and what is the probability of you getting a particular disease. Public health, of course, it works with so much of data, and ഇവിടെയൊക്കെ അങ്ങനെ ഒരു പ്രത്യേക ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണമെന്നില്ല. ഇറ്റ് ഈസ് ദാറ്റ് പീപ്പിൾ ഹു ആർ ഇൻ പബ്ലിക് ഹെൽത്ത് ഷുഡ് learn about ML and deep learning and use those tools for prediction. Maybe particular tool might not be there. Like for example, SPSS, നമ്മളെല്ലാവരും SPSS ൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. I think even SPSS and all the other tools might start having ML and AL, DL embedded in them. Individual research, again, sift through large data sets from EMR and come to conclusions. Device improvement, that's another area that ഞങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഇപ്പം MRI സ്കാൻസ് ആർ ടൈം കൺസ്യൂമിങ് ബിക്കോസ് നമ്മൾ ഒരു ഡേറ്റ മുഴുവൻ ക്രിയേറ്റ് ചെയ്താലേ ഒരു ഇമേജ് എടുക്കാൻ പറ്റുള്ളൂ, പലതവണ അത് എടുത്തിട്ട്. പക്ഷെ ഈ നമ്മൾ കംപ്രസ് സെൻസിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുതിയ പുതിയ സെൻസ് ഇതുണ്ട്. നമ്മൾ വളരെ സ്പാർസ് ഡേറ്റ എടുത്താൽ പോലും നമുക്ക് നല്ല ഇമേജ് കിട്ടും. അപ്പം അങ്ങനെ അത് യു ക്യാൻ ഇംപ്രൂവ് ദ ഡിവൈസ് ഫാസ്റ്റർ സ്കാൻ. ദീസ് ആർ ഓൾ ബേസ്ഡ് ഓൺ AI models. Auto scheduling of patients, predicting OP footfall, this would be helpful in administrative and operational benefits ആയിരിക്കാം നമുക്കുള്ളത്. So these are some of the regions where you can use AI. Now, our scenario, ഇതിനകത്ത് the first and foremost thing is that EMR is a must for getting that information, converting those information into numbers. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്പേഴ്സ് ആക്കണമെന്നുള്ളതാണ് അതിൻ്റെ അകത്ത്, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ആക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്തൊരു ഫസ്റ്റ് പ്രോസസ്. I understand that e-health എന്ന് പറഞ്ഞ ആ ഒരു പോർട്ടൽ is improved and now it's in this is a few months old headline, but it's in 600 healthcare. I think നിങ്ങൾക്കായിരിക്കും അത് ആധികാരികമായിട്ട് പറയാൻ പറ്റുക. Then so again, when we have EMRs, so the national same EMR ആണെങ്കിൽ കുഴപ്പമില്ല, but even when we have EMRs from different companies, we need to have a provision for connecting or interoperability. ഒരു EMR ന്ന് മറ്റേ EMR-ലേക്ക് നമ്മൾ ഇൻഫർമേഷൻ അയക്കുക. അതിന് ഓൾറെഡി എക്സിസ്റ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, HL7, FHIR എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ആൻഡ് മോസ്റ്റ് ഓഫ് ദീസ് EMRs ആർ കമ്പാറ്റബിൾ ഫോർ ദാറ്റ്. ഇതെല്ലാം കൂടെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ AI മോഡൽസ് നമുക്ക് ഡിപ്ലോയ് ചെയ്യാൻ പറ്റുള്ളൂ. So what is the role of doctors? As I said, everyone can play a role in this AI workflow. We all know that doctors are sitting on very valuable data, and in fact data is considered to be the next oil എന്ന് പറയുന്നത്, because ഈ ഡേറ്റ വെച്ചിട്ടാണ് AI models obviously ഉണ്ടാക്കുന്നത്. So and more after some time, the more that the model, the data is more important, because you might have models അല്ലെങ്കിൽ methods to create so many models, പക്ഷെ ആ ഡേറ്റ ഇല്ലാതെ നമുക്ക് ആ മോഡൽ ഉണ്ടാക്കാൻ പറ്റില്ല. So the data is going to be very, very important. So as I said, curated and annotated data for any particular problem can help. We can also utilize the immense technical manpower that we have within our state or the country. Even an individual doctor can think of a particular model that he thinks is going to be useful and take help from the computer scientists that he knows, and then they can all do that, because internet has made information so ഡെമോക്രാറ്റിക്. ആർക്ക് പണ്ട് വളരെ വളരെ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചെറിയ യൂണിവേഴ്സിറ്റീസിലോ കോളേജസിലോ ഉണ്ടായിരുന്ന ഇൻഫർമേഷൻ ഇപ്പം എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുണ്ട്. സോ വി ഓൾ ക്യാൻ വർക്ക് വിത്ത് ദീസ് തിങ്സ്. സോ ഐ തിങ്ക് അതിനെപ്പറ്റിയും ആലോചിക്കേണ്ടതാണ്. ആൻഡ് whether we want it or not, the way we practice medicine is going to change. So we'll have to be ready for it. A brief thing about legal aspects of AI. It is again very fuzzy, not very clear. Nobody has got very clear-cut rules. Every country has started the process of regulating AI, but we don't know as of now എങ്ങനെയാണ് ഇതിനെ എക്സാക്ട്ലി ഇത് ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇതുവരെയായിട്ടും നാഷണൽ ലോസ് ഒന്നും വന്നിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്.
പിന്നെ ethical issues as ആദ്യം പറഞ്ഞ പോലെ a lot of personal details ഇതിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പം അതിനകത്ത് പ്രൈവസി ഇഷ്യൂസ് ഉണ്ട്. വെദർ നമ്മുടെ ഡേറ്റ അതിനകത്ത് കയറുമ്പോൾ നമ്മളെ അത് can it recognize us from that data that we have? These are things, most of these data are anonymized. Basically ഏജും സെക്സും അല്ലാതെ വേറെ ഒരു കാര്യം ഇതിലേക്ക് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഒരു പേരിൽ വലിയ കാര്യമില്ല, except when you are probably in a cosmopolitan place with multinational people. Maybe ഒരു പേര്, ഒരു ഇന്ത്യൻ പേര് കാണുമ്പോൾ ഇതായിരിക്കാം അസുഖം എന്ന് വേണമെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാമായിരിക്കാം. അതർവൈസ് പേരിന് വലിയൊരു റോൾ ഇല്ല. Racial discrimination again, പലപ്പോഴും obviously we know that there are fundamental differences in between races. So ഒരു particular age, height, weight, ഒരു പ്രൊഫൈൽ കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ we might be able to say that this is person is probably from one particular race. Whether that can lead to racial discrimination, these are all ethical issues that we keep hearing about. Again, who is responsible for an error that happens if you're using AI? Again, no clarity, but the only person, the human being, will be definitely made responsible. So doctor, the company that has made that product, everybody. So nammal common law ennu parayunnadanankil everybody on that chain will be responsible as of now, right now. പക്ഷേ ഒരു specific rule ഇതായിട്ടും ഉണ്ടാക്കിയിട്ടില്ല. One more thing, just as a last slide, even though we call artificial general intelligence, that is AGI, in the emergencies, when artificial systems become at least as intelligent as a normal human being. Super intelligence is when they become better than an average human being. It's not just one particular intelligence, everything. ബാക്കി എല്ലാ ഇന്റലിജൻസും എല്ലാ ടൈപ്പ് ഓഫ് ഇന്റലിജൻസിലും കൂടുന്നതാണെന്നുള്ളതാണ്. ഇതൊക്കെ വന്നെങ്കിലും they are not going to replace the human touch and compassion that we have. That is, I think that is not been modeled yet. ആ ഒരു കമ്പാഷൻ എന്നൊക്കെ പറഞ്ഞ ആ ഒരു മോഡലിംഗ് വന്നിട്ടില്ല, because probably it is not of much use, അല്ലെങ്കിൽ it's probably very difficult. So multiple researchers have showed, at least as of now, patients generally prefer a human doctor over an AI-powered machine for diagnosis, screening, and treatment. Even if they know that probably that is going to be better, many people would still prefer a human being. So that is what we have seen. By the way, this was generated by AI because I did a search and then it has shown multiple studies. So this was generated, summarized by AI, and so multiple studies have shown that people still prefer human beings as of now. We don't know what it's going to be later. So with that, I am concluding this talk. I hope it was beneficial in some way to most of the people here. And thanks once again for giving me the opportunity to speak to all of you. So any questions or any queries, please do ask. Thank you, sir, for that wonderful presentation. I hope that we all have been given a good insight on the potentials of AI to revolutionize healthcare. The topic is open for discussion. May I raise one question? Hello. May I ask one question, actually? May I? Is it audible? Yeah, it is. Yes, sir. Yeah, the question is actually, we have mentioned about the use of AI in our healthcare settings, especially to diagnose TB. We are taking X-rays and we are analyzing it with AI and all. So, but where exactly the regulation comes actually? Because if a doctor diagnoses TB with an X-ray, that'll be fine, because it is his responsibility to diagnose the disease and to treat him accordingly. And if anything happens to that patient also, it is his ownership and he has to take the decision for what he has to do. But in case of an AI with just an X-ray, suppose AI diagnosed an X-ray with a TB without any other supporting evidences like a sputum result or anything like that. In that case, who takes the ownership of the diagnosis? And if what happens to something happens to the patient, who takes the responsibility in that case? So as I had mentioned during the talk, there is no obvious clarity in that yet. So when there is no law saying who is going to be responsible,
that the common law takes over, and it says who all were there in that chain would be responsible. So that is what the common law says. But before that, most of these companies, if they are selling a product, at least they will say there is an FDA approval or a CE approval, because we don't have a national agency right now to approve all these things on an individual basis in India. What we try to do is whether FDA has approved it or the European Union has approved it. And FDA, for most of these sort of things, they usually they don't say it is a revolutionary product. It says that it is just an evolutionary product, in the sense that there was always something there, something like this, and it is just an added addition to what features were there. And those approvals are usually that it has to be under the supervision of a human being. So the only exception that they made was probably, as I said, for the rapid AI and the other things. But there again, we don't really have a clarity as to who is going to be responsible. But if a doctor is not part of it, then obviously he is not going to be held responsible. But if the product says that no, it needs to be done under the supervision of a doctor, obviously, then it has to be the person who has authorized the use of that technique. So that is how I think it works. But as I said, if there is no clarity, then the normal and usual common law will be applied. So there is a question how far its utilization in Kerala scenario. I don't really know, because even in our country, in my hospital, there is no much use of AI right now. Although there might be some devices within which AI is being used that we don't know, but for pure clinical use, I don't really know what is the usage pattern. Any other questions? Thank you, sir. I invite Dr. Lakshmi Verma for the vote of thanks. If there are no more questions, let us conclude the meeting. On behalf of KGMOA Pathanamthitta, I extend a heartfelt gratitude to the speaker, Dr. Ajit Toms, for that enlightening session, and that too on a comparatively newer topic among doctors. I hope in future we'll have opportunities to explore the possibilities of AI. And I would also like to express our deepest appreciation to Dr. Ajit Toms for sparing his valuable time and efforts for making this a wonderful experience. Special thanks to all state leaders and district leaders of KGMOA for their efforts in organizing this event. And last but not the least, I would like to thank all the participants for joining us today for this session. Thank you so much. Jai Hind, Jai KGMOA. Thank you.